ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ആദ്യം തന്നെ നമ്മൾ കുക്കറിലോട്ട് നല്ല ദശയുള്ള എല്ല് കഴുകിയിടുക. ഇനി നമുക്ക് മീറ്റിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല ഇവയെല്ലാം ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്ന പൊടി നമ്മൾ ആ ചൂടോടെ തന്നെ കുക്കറിലിട്ട് വെച്ച മീറ്റിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത് മിക്സ് ചെയ്യാൻ നേരത്ത്. സോ ഇവിടെ കിട്ടുന്ന കപ്പയാണിത്. ഇത് ചോയ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഓൾറെഡി സ്ലൈസ്ഡ് ആയിട്ടുള്ള കപ്പയാണ്. ഇതാണ് ഇവിടുത്തെ കപ്പ. എല്ലാം ഒന്ന് സമയം കൊണ്ട് നമുക്ക് കപ്പയാക്കാം. കപ്പ തിള വന്നിട്ടുണ്ട്. കപ്പയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം അരയ്ക്കാം. തേങ്ങയെല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒതുക്കിയ തേങ്ങ കപ്പയിലോട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതാ അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല രീതിയിൽ ഉടയ്ക്കണം. നല്ല രീതിയിൽ ഉടച്ചിട്ട് വേണം എല്ലിൻ്റെ ഇത് ഒഴിക്കാൻ. ഈ തിളച്ച എല്ലിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. ഇതിലോട്ട് നമ്മൾ എല്ലുകറി ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ചൂടോടെ തന്നെയാണ് ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള കോലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ കിട്ടും നമ്മൾ എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഞാനിപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി കുരുമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.